ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് മുൻമന്ത്രി കെ ശൈലജ. സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റ് എന്ന ധാരണ LDF-ൽ ഉണ്ട്. സംസ്ഥാനത്ത് വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാൻ തടസ്സങ്ങളില്ല. വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട കാര്യമില്ലല്ലോ എന്നും കോഴിക്കോട് KLF വേദിയിൽ കെ ശൈലജ ചോദിച്ചു. കൂടുതൽ സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം കൊടുക്കണം, മത്സരിക്കാൻ. അതിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ആശയഗതി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയും. കേരളം നേടിയ നേട്ടങ്ങൾ സജീവമായിട്ട് നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് പുരുഷനെ മാറ്റി സ്ത്രീ ആക്കണമെന്ന് പറയാൻ പറ്റും നമുക്ക്. ആ മുഖ്യമന്ത്രിക്ക് തുടരുന്നതിന് എന്താ തർക്കമുള്ളത്? അതേസമയത്ത് ഒരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയാവാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു അവസരം വരുമ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിക്കൂടാതെന്ന് പറയാനുള്ള അവകാശം നമുക്കാർക്കും ഇല്ല. അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇപ്പം എന്തെങ്കിലും മുനവെച്ചുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറയുന്നു, ഇപ്പം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു സംവരണത്തിന് വേണ്ടി മാറ്റേണ്ടുന്ന ഒരാവശ്യകതയില്ല. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, പല കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. പലപ്പോഴും ഈ പാർട്ടിയിൽ സ്ത്രീകൾക്ക് വലിയ നേതൃനിരയിലേക്ക് എത്തുമ്പോൾ അത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള അവിടെ എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിടുന്നു, അത് അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതിനെല്ലാം ഒരു മറുപടി എന്നുള്ള നിലയിലാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം? തീർച്ചയായും സ്മിത, അർത്ഥത്തിൽ തന്നെ അതിനെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് വനിതാ സംവരണ ബിൽ, ഒപ്പം തന്നെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം, ഇവയൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം, ഇത്തരത്തിലൊരു പ്രതികരണം കെ ശൈലജയുടെ, മുൻമന്ത്രി കൂടിയായ കെ ശൈലജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഈ നിയമനിർമ്മാണ സഭകളിലേക്ക്, ലോക്സഭകളിലേക്കൊക്കെ എത്തിച്ചേരാത്തത് എന്നുള്ളതിന്റെ കാരണം കൂടി വിശദീകരിക്കുകയാണ്. LDF-നകത്ത് ഇത്തരത്തിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ, സ്ത്രീകൾക്ക് സീറ്റുകൾ നൽകാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം അത് പ്രതിഫലിക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുകയാണ്. കൂടാതെ ഈ തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ വിജയപരാജയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു ഇടയുണ്ടാകരുത് എന്നുള്ളൊരു കാര്യം കൂടി കെ ശൈലജ ചൂണ്ടിക്കാട്ടുകയാണ്. ഒപ്പം തന്നെ സ്മിത ചോദിച്ച കാര്യം, ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അതുകൂടി ഈ ഒരു വേളയിൽ KLF-ന്റെ വേദിയിൽ കെ ശൈലജ പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും നാളുകളിൽ അല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ ആരെങ്കിലുമൊക്കെ വനിതകളുടെ ഭാഗത്തു നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിന് നിലവിലുള്ള മുഖ്യമന്ത്രിയെ മാറ്റേണ്ടതില്ലല്ലോ എന്നുള്ളൊരു മറുചോദ്യം കൂടി കെ ശൈലജ പറയുകയാണ്. നിലവിലുള്ള മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അതിനാൽ തന്നെ നിലവിലുള്ള മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് മറ്റൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി കെ ശൈലജയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ചർച്ചയൊക്കെ തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വനിതകളെ കുറെ കൂടി ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കെ ശൈലജ നടത്തുന്നത്. സ്മിത, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.